Now we will discuss plant breeding. Third point, that is plant breeding for improved food quality. അതിനൊരു ഹിസ്റ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. 840 million people in the world do not have adequate food to meet their daily nutritional requirements. That means majority of the people do not have sufficient quality of food. They are not getting sufficient quality of food. ഈ ഡിസൈഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ക്വാളിറ്റി ഫുഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ബ്രീഡിങ് യൂട്ടിലൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 1-2 ടെക്നിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ബയോ ഫോർട്ടിഫിക്കേഷനാണ്. What is mean by biofortification? A plant breeding program that increases the nutritional quality of a crop variety is called biofortification. അതായത് ഒരു ക്രോപ്പിൻ്റെ ന്യൂട്രീഷണൽ കണ്ടീഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ദർ ആർ 4 ഒബ്ജക്റ്റീവ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ബയോഫോർട്ടിഫിക്കേഷൻ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ? First point, to improve protein content and quality. Second one, to improve oil content and quality. Third, to improve vitamin content. And the fourth one is to improve micronutrient and mineral content. Next we will see the list of crop with improved nutrient contents. അതായത് ഈ ന്യൂട്രിയൻ കണ്ടൻസ് ഉള്ള കുറച്ച് ക്രോപ്സിൻ്റെ നെയിംസാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ക്രോപ്പിൻ്റെ നെയിമാണ് മെയ്സ്. ദ ഇംപ്രൂവ്ഡ് ന്യൂട്രിയൻറ്റ്, ഏത് ന്യൂട്രിയൻ്റാണ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന്? അമിനോ ആസിഡ്സ്, മെയിൻലി ലൈസിൻസ് ആൻഡ് ഓൾസോ ദി ട്രിപ്റ്റോഫാൻ. നെക്സ്റ്റ് എക്സാമ്പിൾ വീറ്റ്, അറ്റ്ലസ് 66. അതിൻ്റെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. റൈസിൻ്റെ അയേൺ ആണ്. ഓക്കെ, റൈസിൽ അയേൺ ആണ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് അറ്റ്ലസ് 66 വീറ്റ് വെറൈറ്റി ആണ്. പ്രോട്ടീൻ റിച്ച് വീറ്റ് വെറൈറ്റി. നെയിം ചെയ്യാൻ ചോദിക്കും. നെയിം എ പ്രോട്ടീൻ റിച്ച് വീറ്റ് വെറൈറ്റി. ഏതാണ് ആൻസർ? അറ്റ്ലസ് 66. നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സം വെജിറ്റബിൾസ് റിലീസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI. ഓർത്ത് വയ്ക്കണം, ചോദിക്കാറുണ്ട് എക്സാമ്പിൾസ്. ദാറ്റ് ഈസ് ഹൈ ന്യൂട്രിയൻ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എ റിച്ച് വെജിറ്റബിൾ ഏതാണെന്ന് ചോദിക്കും. കുറച്ച് വെജിറ്റബിൾസ് കൊടുത്തിട്ട്. അതുപോലെ വൈറ്റമിൻ സി റിച്ച് ഏതാണ്? അയൺ, കാൽസ്യം, പ്രോട്ടീൻ റിച്ച് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ vitamin A rich ആണ്. bitter gourd, bathua, mustard and tomato are vitamin C rich, and spinach, bathua are iron and calcium rich. Then broad bean, lab, French bean and garden pea, these are protein rich crops. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്പിനാച്ച് ആണ്. അതുപോലെ തന്നെ ഗാർഡൻ പീ, ദെൻ ക്യാരറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ ആൻഡ് ടിഷ്യൂ കൾച്ചർ. സിംഗിൾ സെൽ പ്രോട്ടീൻ മീൻസ് അതിന് നമ്മൾ ഷോർട്ടായിട്ട് SCP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. SCP ഇസ് എനി മൈക്രോബിയൽ ബയോമാസ് produced by multicellular microbes, unicellular or multicellular microbes, and can be used for animal and human nutrition. അതായത് ആനിമൽ ഹ്യൂമൻ ന്യൂട്രീഷന് വേണ്ടിയിട്ട് മൈക്രോബ്സിൻ്റെ ഹെൽപ്പോടുകൂടി കൂടുതൽ ബയോമാസ്, മൈക്രോബിയൽ കണ്ടൻസ്, അതായത് ഹൈലി ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള മൈക്രോബിയൽ കണ്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അതിന് എക്സാമ്പിളാണ്
മൈക്രോബ്സ്, അങ്ങനെയുള്ള ഹൈലി റിച്ച് ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള മൈക്രോബ്സ് ആണ് പറയുന്നത്. മൈക്രോബ്സ് ലൈക്ക്, അതായത് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സ് ആണ് സ്പൈറുലിന, മിത്തിലോഫില്ലസ്, മിഥൈലോട്രോപ്പസ്, മിഥൈലോട്രോപ്പസ് ഓർത്ത് വയ്ക്കുക ആ പേര്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സിംഗിൾ സെൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് മിഥൈലോട്രോപ്പസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ ഇറ്റ് റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇറ്റ് ഈസ് ഗ്രോൺ ഓൺ മെറ്റീരിയൽസ് ലൈക്ക് വേസ്റ്റ് വാട്ടർ ഫ്രം പൊട്ടാറ്റോ processing plants, straw, molasses and also animal manure and sewage. അതായത് സാധാരണ ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനെ ഡഗ് പോലെയുള്ള, അതായത് സ്ട്രോ അല്ലെങ്കിൽ സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല് അല്ലേ, മൊളാസസ്, അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൽഗെ. ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഓർഗാനിസംസ് കാണാം. ദെൻ സെക്കൻഡ് പോയിൻ്റ്, ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, ഇതെല്ലാം റിച്ച് ആയിരിക്കും ഈ സ്പൈറുലിന പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൽ. ദെൻ ഹൈ ഈൽഡിങ് എന്ന് പറഞ്ഞാൽ ബയോമാസ് പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കണം. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായിട്ട് വരാറുണ്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണാറ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ടിഷ്യൂ കൾച്ചർ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് ടിഷ്യൂ കൾച്ചർ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്. അതായത് ബയോടെക്നോളജി എന്ന് പറയുന്ന നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഈ ടിഷ്യൂ കൾച്ചർ എന്നുള്ള ഈ ടോപ്പിക്കിനായിട്ട് വളരെ ബേസായിട്ട് നമ്മൾ പറയുന്നതാണ് ടിഷ്യൂ കൾച്ചർ. ബയോടെക്നോളജിയുടെ ഒരു ബേസാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ടിഷ്യൂ കൾച്ചർ? പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഇസ് എ ടെക്നിക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ് ഓർ സെൽസ് ഓർ ടിഷ്യൂ, പ്ലാന്റ് സെൽസ്, tissues അല്ലെങ്കിൽ ഓർഗൻസ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയം അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻസ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. സ്റ്റെറൈൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിരിക്കണം അല്ലേ, പൊല്യൂഷൻസ് ഒന്നും പാടില്ല. ഇനി കൾച്ചർ മീഡിയം, ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയത്തിലാണ് ഈ സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂ ഓർ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു പ്ലാന്റായിട്ട് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എവിടെ നടക്കില്ല, ഔട്ട്സൈഡിൽ നടക്കില്ല. എപ്പോഴും ഒരു ലാബ് കണ്ടീഷനിലാണ് ടിഷ്യൂ കൾച്ചർ നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഇനി പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനിന്ന് നമ്മൾ ഒരു ന്യൂ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യും. അതായത് സീഡോ അങ്ങനെയുള്ള സംഭവങ്ങളോ യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിൻ്റെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സെല്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ ന്യൂ ഓർഗാനിസം ആ പ്ലാന്റിൻ്റെ തന്നെ ഒരു പ്രോജനി, സെയിം കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിന് പറയുന്നതാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ സെല്ലുലാർ ടോട്ടിപ്പൊട്ടൻസി. എന്താണ് കപ്പാസിറ്റി ഓഫ് എ സെൽ? എന്താണ് ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി. ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഓൾ പ്ലാന്റ്, അതായത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനെ പറയുന്നതാണ് ടോട്ടിപ്പൊട്ടൻസി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലാന്റ്. വാട്ട് ഡു യു മീൻ ബൈ എക്സ്പ്ലാന്റ്? എക്സ്പ്ലാന്റ് ഇസ് എനി പ്ലാന്റ് പാർട്ട്, അതായത് ടിഷ്യൂ കൾച്ചറിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട്. ഇറ്റ് മേ ബി എ സെൽ ഓർ മേ ബി എ ടിഷ്യൂ ഓർ ആൻ ഓർഗൻ. ഇതിലേതെങ്കിലും ആയിരിക്കാം എക്സ്പ്ലാന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മെജോറിറ്റി കേസിലും നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക ഒരു മെരിസ്റ്റമാണ്, ദാറ്റ് ഈസ് ഗ്രോയിങ് റീജിയൻ. ഡെഡ് ടിഷ്യൂസ് നമ്മൾ ഒരിക്കലും എടുക്കില്ല. ഫസ്റ്റ് ഇയർ പോർഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വാട്ട് ആർ പെർമനൻറ്റ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. കോംപ്ലക്സ് ടിഷ്യൂസ് എപ്പോഴും എന്തായിരിക്കും,
പെർമനൻറ്റ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് അറസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഗ്രോയിങ് ടിഷ്യൂസ് ആണ്. ഇതാണ് നമ്മൾ എന്തിന് മെയിനായിട്ട് യൂസ് ചെയ്യുക, ടിഷ്യൂ കൾച്ചറിന് യൂസ് ചെയ്യുക. യൂഷ്വലി മെരിസ്റ്റംസ് ആർ യൂസ്ഡ് ആസ് എക്സ്പ്ലാന്റ് ടു ഒബ്റ്റെയിൻ ഡിസീസ് ഫ്രീ ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം എ വൈറസ് ഇൻഫെക്റ്റഡ് ഡിസീസ്ഡ് plants. It is because meristems will be free of virus. അതായത് ഗ്രോയിങ് റീജിയനിൽ വൈറസ് അറ്റാക്കിങ് വളരെ കുറവായിരിക്കും. ബിക്കോസ് വൈറസ് കനോട്ട് റീച്ച് അതർ ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് വസ്കുലാർ ടിഷ്യൂസ്. വസ്കുലാർ ടിഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട്, മെരിസ്റ്റമാറ്റിക് റീജിയനിൽ വസ്കുലാർ ടിഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് വൈറസ് അറ്റാക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ റീജിയനിൽ എന്തുണ്ടായിരിക്കില്ല, ഈ വൈറസ് അറ്റാക്ക് മെരിസ്റ്റമാറ്റിക് റീജിയനിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക ഏത് റീജിയനാണ്, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് മെയിൻലി യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ കൾച്ചർ മീഡിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയം. വി ക്യാൻ പ്രൊവൈഡ് എൻ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയം. എന്താണ് ഈ കൾച്ചർ മീഡിയം എന്ന് പറയുന്നത്? എന്തൊക്കെ കണ്ടൻസ് ആണ് അതിലുണ്ടാവുക? സൂക്രോസ്, ഇനോർഗാനിക് സോൾട്ട്, vitamins, amino acids, growth regulators, especially auxins and cytokinins. അതായത് പെട്ടെന്ന് ഗ്രോത്ത്, റൂട്ട് ഇനിസിയേഷൻ ആൻഡ് ഷൂട്ട് ഇനിസിയേഷൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എൻസൈംസ് ആണ് ഓക്സിൻസ് ആൻഡ് സൈറ്റോകൈനിൻ. അപ്പോൾ ഇത്രയും കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കൾച്ചർ മീഡിയം, ടിഷ്യൂ കൾച്ചർ മീഡിയം. ഇനി ടിഷ്യൂ കൾച്ചർ മെത്തേഡ് is a method of producing thousands of plants from explant in short duration. അങ്ങനെയുള്ള ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ടിഷ്യൂ കൾച്ചറിൻ്റെ വേറൊരു നെയിമിംഗ് ആണ് ശരിക്കും മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമിൽ ലിമിറ്റഡ് ഏരിയയിൽ തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് സിംഗിൾ സെൽ ഓർ ടിഷ്യൂ ഓർ ഓർഗൻ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ദെൻ ദീസ് പ്ലാന്റ്സ് ആർ ജനറ്റിക്കലി സിമിലർ ടു പാരൻ്റൽ പ്ലാന്റ്സ്. ഇനി ആഫ്റ്റർ മൈക്രോ പ്രൊപ്പഗേഷൻ വി വിൽ ഗെറ്റ് സെയിം ഓർ സിമിലർ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഓർ പ്ലാന്റ്സ് ആസ് ദയർ പാരൻസിൻ്റെ സെയിം ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് നമുക്ക് എന്തിൽ കിട്ടുക, ഈ മൈക്രോ പ്രൊപ്പഗേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുക. ദാറ്റ് ഐഡൻറ്റിക്കൽ ക്രോപ്സ് ഓർ ഐഡൻറ്റിക്കൽ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ മൈക്രോ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് സോമ ക്ലോൺസ്. അതിനെ പറയുന്നത് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് അതിനെ പറയുന്നതാണ് സോമ ക്ലോൺസ്. ക്ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോൺസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ്. സോമ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സെക്ഷൽ ഓർഗൻസ് അല്ല, സെക്ഷൽ റീജിയൻസ് എന്നുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ്, സെല്ല്, ടിഷ്യൂ, ഓർഗൻസ്, ഇതൊക്കെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ദേ ആർ കോൾഡ് സോമ ക്ലോൺസ്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോമ ക്ലോൺസ്, പ്രൊഡക്ഷൻ ഓഫ് സോമ ക്ലോൺസ്, സെയിം കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ആർ. ഇത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ആനിമൽസിൽ നടക്കുന്നുണ്ട്, പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. മെയിനായിട്ട് പ്ലാന്റ്സിലാണ്. ആനിമൽസിൽ ചില ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൺവെൻഷണൽ മെത്തേഡ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ മെത്തേഡ്. ദാറ്റ് മെത്തേഡ് ഫെയിലിയർ ആകുമ്പോഴാണ് ഏത് യൂസ് ചെയ്യുന്നത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസിനെ സെലക്ട് ചെയ്തിട്ടാണ് എന്ത് നടത്തിയത്? ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തിയത്. ഹിയർ വി വിൽ ടേക്ക് വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. അതായത് രണ്ട് പ്ലാന്റ്സിൻ്റെ ഡിസൈർഡ് ക്വാളിറ്റിയുള്ള രണ്ട് പ്ലാന്റ്സിൻ്റെ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ടിഷ്യൂ, സെൽ ഓർ ഓർഗൻസ് സെലക്ട് ചെയ്യാണ്. അല്ലാതെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ആ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലെ ഒരു സെൽ അല്ലെങ്കിൽ ടിഷ്യൂ ഓർ ഓർഗൻ
നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ തമ്മിൽ രണ്ട് പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിനെ അല്ലെങ്കിൽ സെൽസിനെ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഏത് ഫെയിലിയർ ആകുമ്പോഴാണ്? കൺവെൻഷണൽ മെത്തേഡ് ഫെയിലിയർ ആകുമ്പോഴാണ് ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ് ഓഫ് സൊമാറ്റിക് സെൽസ്. സൊമാറ്റിക് മീൻസ് വെജിറ്റേറ്റീവ് സെൽസ്. അതിൻ്റെ പ്രോട്ടോപ്ലാസം. വാട്ട് ഡു യു മീൻ ബൈ പ്രോട്ടോപ്ലാസം? എവിടെയത് നമ്മൾ കാണുക? ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസിലാണോ പ്രോട്ടോപ്ലാസം കാണുക? അല്ല. എവിടെ കാണുക? സെല്ലിൻ്റെ ഉൾഭാഗത്തിന് എക്സെപ്റ്റ് ന്യൂക്ലിയസ് ആണ് എന്ത് പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസ് അല്ലാതെ അതിന് ചുറ്റും കാണുന്ന ഒരു സെല്ലിൻ്റെ കണ്ടൻ്റാണ് പ്രോട്ടോപ്ലാസം. ഓക്കെ, അതിൻ്റെ വെജിറ്റേറ്റീവ് സെൽസിലെ ഏതെങ്കിലും വെജിറ്റേറ്റീവ് പാർട്ടിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. The process of fusion of protoplast of somatic cells obtained from different variety species of plant on a suitable nutrient medium. ഒരു ന്യൂട്രിയൻ മീഡിയത്തിലാണ് ഇത് കൾച്ചർ ചെയ്യുന്നത്. ഇൻ വിട്രോ, ദാറ്റ് ഈസ് ഇൻ വിട്രോ മീൻസ് ലാബ് കണ്ടീഷനെയാണ് ഇൻ വിട്രോ എന്ന് പറയുക. ടു ഡെവലപ്പ് എ സൊമാറ്റിക് ഹൈബ്രിഡ്, ദാറ്റ് ഈസ് കോൾഡ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇനി അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടക്കാൻ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സെൽസ് ഫ്രം സെലക്റ്റഡ് പ്ലാന്റ്സ് ആർ ഐസൊലേറ്റഡ്. അതായത് രണ്ട് സെലക്റ്റഡ് പ്ലാന്റ്സ്, ഡിസൈഡ് ക്വാളിറ്റിയുള്ള രണ്ട് പ്ലാന്റ്സ് എടുക്കും. ദെൻ ആ പ്ലാന്റ്സിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റീജിയൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ദെൻ ആ റീജിയനിൽ ഒരു സിംഗിൾ സെല്ല് നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഇനി എങ്ങനെയാണ് ഈ സിംഗിൾ സെല്ല് ഐസൊലേറ്റ് ചെയ്യുന്നത്? അതാണ് അടുത്ത സ്റ്റെപ്സ് പറയുന്നത്. ദി സെൽ വോൾ ഓഫ് ഒരു സെല്ലെന്ന് പറയുമ്പോൾ ആ സെല്ലിൽ കുറേ കണ്ടൻസ് ഉണ്ടായിരിക്കും അല്ലേ? ദ സെൽ വോൾ ഓഫ് ദി സെൽസ് ആർ ഡൈജസ്റ്റഡ് ബൈ എൻസൈംസ്. നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ? പ്രോട്ടോപ്ലാസം മാത്രമേ വേണ്ടൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള എൻസൈംസ്, ന്യൂക്ലിയസ്, അങ്ങനെയുള്ള എല്ലാ പാർട്സും നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് we want to remove all other contents of that particular cell, isn't it? Then അതെങ്ങനെയാണ് നമ്മൾ നടത്തുക? The cell wall of the cells are digested by enzymes like pectinase and cellulase. Pectinase എന്ന് പറയുന്നത് പെക്റ്റിൻ പോലെയുള്ള എൻസൈംസ് റിമൂവ് ചെയ്യാൻ. സെല്ലുലേസ് എന്തിനാ? സെല്ലുലോസ് അതുപോലെയുള്ള സെൽ കണ്ടൻസ് റിമൂവ് ചെയ്യാൻ. ടു എക്സ്പോസ് ദ നേക്ഡ് പ്രോട്ടോപ്ലാസം. അതായത് പ്രോട്ടോപ്ലാസം തന്നെയായിട്ട് ഒരു സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസം തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പ്രോസസ്സ് നടത്തുന്നത്. ഈ രണ്ട് എൻസൈംസ് യൂസ് ചെയ്ത് ബാക്കി എല്ലാ കണ്ടൻറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ദെൻ വി ക്യാൻ ഗെറ്റ് നേക്ഡ് പ്രോട്ടോപ്ലാസ്റ്റ് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ സിമ്പിൾ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോപ്ലാസം നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടും. ദ ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ്. ഇനി രണ്ട് പ്ലാന്റ്സിൻ്റെയാണ്, രണ്ട് സെല്ലിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രോട്ടോപ്ലാസം. ദെൻ ആഫ്റ്റർ ഐസൊലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ദീസ് ടു പ്രോട്ടോപ്ലാസ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്. നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ് കിട്ടും അണ്ടർ സ്റ്റെറിക് കണ്ടീഷൻസ് in special nutrient media. Nutrient media we already told, isn't it? Then protoplast fusion is induced by a solution of PEG. PEG എന്ന് പറഞ്ഞാൽ polyethylene glycol. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അതായത് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനെ ഇൻ്റർമീഡിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഫ്യൂഷൻ പ്രോസസ്സ് പെട്ടെന്നാക്കുന്ന ഒരു സൊല്യൂഷനാണ്, ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ തന്നെയാണത്. പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. പെഗ് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും പെഗ്. ദെൻ ദ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ് റീജനറേറ്റ് സെൽ വോൾ ആൻഡ് ഡിവൈഡ്സ് ടു ഫോം എ ന്യൂ പ്ലാന്റ്. ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ് ഐസൊലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റീജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡബിൾ ചെയ്യും. ദെൻ ന്യൂ പ്ലാന്റ് അറൈസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന്. അതായത് ഫോർമേഷൻ ഓഫ് പൊമാറ്റോ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോൻ്റെയും
ടൊമാറ്റോൻ്റെയും പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സൊമാറ്റിക് ഹൈബ്രിഡാണ് എന്ത് പൊമാറ്റോ എന്ന് പറയുന്ന ന്യൂ വെറൈറ്റി. ഓക്കെ, പൊട്ടറ്റോ ക്രോസ് വിത്ത് ടൊമാറ്റോ പ്രോട്ടോപ്ലാസ്റ്റ്. പൊട്ടറ്റോൻ്റെ പ്രോട്ടോപ്ലാസ്റ്റും ടൊമാറ്റോൻ്റെ പ്രോട്ടോപ്ലാസ്റ്റും ഫ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് പൊമാറ്റോ. ഓക്കെ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ 4 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊമാറ്റോ ഫോമേഷൻ ബൈ യൂസിങ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ടെക്നിക്. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ആ സ്റ്റെപ്സ് 5 സ്റ്റെപ്സ് ആണ്, 5 അല്ല 6 സ്റ്റെപ്സ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. Then we will revise today's topics, that is 3 uses of plant breeding, then single cell protein, biofortification, tissue culture. Under tissue culture there is somatic hybridization. Okay, thank you.